ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള പാൻകേക്കാണ്. വളരെ ഹെൽത്തി ആയിട്ടാണ്. ഇതിനകത്ത് എക്സ്ട്രാ മധുരം ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്നാലും അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ രുചി ഒന്ന് കൂട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെൽത്തി പാൻകേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് റോബസ്റ്റ പഴം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി നല്ല പഴുത്ത പഴമാണ്. പഴുപ്പ് കൂടിയ പഴമൊക്കെ നമുക്ക് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ അങ്ങ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇതിലേക്ക് 2 മുട്ട നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1.5 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ പീനട്ട് ബട്ടർ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഒരു 2 സ്പൂണ് നിറച്ചാണ്ട് ഇതുപോലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചിങ്ങെടുക്കാം. ഏകദേശം ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. ഇൻ കേസ് അരഞ്ഞില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ അരയ്ക്കണം. നമ്മുടെ ബാറ്റർ ഇതാ ഈ ഒരു രീതിയിൽ, ഞാൻ വേറെ പാലൊന്നും ഒഴിച്ച് കൊടുത്തില്ല, ഈ ഒരു രീതിയിൽ അരഞ്ഞിട്ടിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതിലേക്ക് ഒരു പൊടിയോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് പഞ്ചസാര ചേർത്തല്ല ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അഥവാ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ കുറച്ച് പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം ഉടനെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓട്സ് ബനാന പാൻകേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറേശ്ശെ നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി തിന്നാക്കണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇതുപോലെ തന്നെ 2-3 ഡ്രോപ്സ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി. അത് ഹെൽത്തി ആയിട്ടുള്ളത്. ഓട്സും ബനാനയും എഗ്ഗും ഒക്കെ വെച്ചിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മധുരം ഒട്ടും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുവാണ്. അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് തേനോ വല്ലതും ഒഴിച്ചിട്ട് കൊടുത്താലും അങ്ങനെയാണെങ്കിലും ഹെൽത്തിയാണ്. അതല്ല നിങ്ങൾക്ക് മധുരം നിർബന്ധമാണെങ്കിൽ നമ്മൾ ആ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മധുരം ഇട്ടാൽ മതി. എങ്ങനെയാണെങ്കിലും ഇത് നല്ലൊരു അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഈ ഒരു പാൻകേക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓട്സ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.